കോട്ടഹിൽ ഗേൾസ് സ്കൂളിൽ കുട്ടികളെ കൂട്ടിയിടുകയും മിടിയിപ്പിച്ച എന്ന് പറയപ്പെടുന്ന സംഭവം മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ അറിയുന്നത്. മാധ്യമങ്ങളുടെ ഇത് അറിഞ്ഞതിന് ശേഷം DEOയോട് ഇത് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ജൂൺ 10-നാണ് പ്രസ്തുത സംഭവം നടക്കുന്നത്. ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 ക്ലാസ്സിലെ 88 കുട്ടികളെ ഒരുമിച്ചിരുത്തി 8 ക്ലസ്റ്ററുകളായി തിരിച്ച് പ്രവൃത്തി പരിചയ ക്ലാസ്സാണ് നടന്നത്. വൈകുന്നേരം 3:45 ദേശീയഗാനം തുടങ്ങിയപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികൾ ബാഗ് എടുക്കുന്നതിനായി അവരുടെ ക്ലാസ് മുറിയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. ദേശീയഗാനം തുടങ്ങിയതിനാൽ അത് കഴിയട്ടെ എന്ന് ടീച്ചർ പറഞ്ഞു. എന്നാൽ കുട്ടികൾ പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ടീച്ചർ കഥ അടച്ച് കുറ്റിയിട്ടു. കുട്ടികൾ ബഹളം വെച്ചതിൻ്റെ ദേഷ്യത്തിൽ ടീച്ചർ ദേശീയഗാനം കഴിഞ്ഞ ഉടൻ 8 ഗ്രൂപ്പ് ലീഡർമാരോടും ഏത്തമിട്ടതിന് ശേഷം പോയാലും മതിയെന്ന് പറഞ്ഞു. ശിക്ഷ നൽകിയതിനു ശേഷം 3:55 ആണ് കുട്ടികളെ പുറത്തേക്ക് വിട്ടത്. എന്നാൽ 3:50 തന്നെ സ്കൂൾ ബസ് സ്കൂളിൽ നിന്ന് പുറപ്പെട്ടു. ഏകദേശം 15ഓളം കുട്ടികൾക്ക് സ്കൂൾ ബസ്സിൽ പോകാൻ കഴിഞ്ഞില്ല. കുട്ടികൾ ഹെഡ് മാസ്റ്ററുടെ അടുക്കൽ പോയി ബഹളം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ നൽകിയ ടീച്ചർ നേരിട്ടെത്തി കുട്ടികൾക്ക് വീട്ടിൽ പോകാനുള്ള ബസ് ചാർജ് നൽകി. എന്നാൽ സ്കൂൾ ബസ് വീട്ടിലെത്തിയപ്പോൾ കുട്ടിയെ കാണാതായതിനാൽ ഒരു രക്ഷകർത്താവ് പരിഭ്രാന്തിയാവുകയും സ്കൂളിലെത്തി കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ഈ അവസരത്തിലാണ് ഈ വിഷയം പുറത്തറിയുന്നത്. ടീച്ചർ അപ്പോൾ തന്നെ മാപ്പ് പറഞ്ഞിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ. പ്രസ്തുത വിഷയം അറിഞ്ഞ ഉടൻ തന്നെ അന്വേഷിക്കുന്നതിനായി DEOയെ ചുമതലപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ DEO റിപ്പോർട്ട് DD ഏൽപ്പിച്ചിട്ടുണ്ട്. DD ഡെപ്യൂട്ടി ഡയറക്ടർ. ആ DD റിപ്പോർട്ട് എനിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രസ്തുത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാതിരിക്കാൻ കാരണം ഉണ്ടെങ്കിൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാതിരിക്കാൻ കാരണം ഉണ്ടെങ്കിൽ അത് അറിയിക്കുന്നതിന് വേണ്ടി കുറ്റാരോപിതയായ അധ്യാപികയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ മറുപടി വാങ്ങിയതിന് ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പൊതുവിൽ ആവർത്തിക്കാതിരിക്കാൻ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.